വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് ഷൈജു. അപ്പോൾ നമ്മുടെ 2025 ആദ്യമായിട്ട് നമ്മൾ CSEB ക്ലർക്ക് ക്യാഷ്യർ പരീക്ഷ എഴുതി അവസാനിപ്പിച്ചിരിക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ പരീക്ഷ എഴുതി മാറിയത്. സ്വാഭാവികമായിട്ടും ആ പരീക്ഷയെക്കുറിച്ചുള്ള അവലോകനങ്ങളും അതുപോലെ അനാലിസിസുമായിട്ടൊക്കെ ആയിരിക്കും നിങ്ങൾ മുമ്പോട്ട് പോകുന്നത്. കാരണം അടുത്ത പരീക്ഷ എന്തായാലും ഒരു 3 മാസത്തിനുള്ളിൽ നടക്കുമെന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത 3 മാസത്തെ പ്രിപ്പറേഷൻ നിങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ഒരു സമയം. അതായത് അടുത്ത 2 മാസമാണ് നിങ്ങൾക്ക് പഠിക്കുവാൻ വേണ്ടിയുള്ളത്. അതിനുശേഷം 1 മാസം റിവിഷന് വേണ്ടി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് 3 മാസം അല്ലെങ്കിൽ 4 മാസത്തിനുള്ളിൽ അടുത്ത പരീക്ഷ ഉണ്ടാകുമെന്നുള്ള ധാരണയോടുകൂടി വേണം മുമ്പോട്ട് പോകുവാൻ എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെ ആദ്യഘട്ട പരീക്ഷ അവസാനിച്ചു. അതായത് 2025 ഒരു പരീക്ഷ നമ്മൾ എഴുതി മാറിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ പരീക്ഷയിൽ നിങ്ങൾക്ക് സാമാന്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കാത്ത കുറച്ചധികം ആൾക്കാരും ഉണ്ട്. സോ നിങ്ങളുടെ പരീക്ഷ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അതിനെക്കുറിച്ചുള്ള ആശങ്കകളും ആവലാതികളുമായിട്ട് മുമ്പോട്ടുള്ള ദിവസങ്ങൾ തള്ളി നീക്കുന്നതിലുപരി അടുത്ത പരീക്ഷയ്ക്ക് ഏറ്റവും വൃത്തിയായിട്ട് തയ്യാറെടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതായത് അടുത്ത പരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 100 ദിവസം മുതൽ 120 ദിവസത്തെ സമയമാണ് കിട്ടുന്നത്. ആ ഒരു സമയം കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഓരോ മണിക്കൂറുകളും നിങ്ങൾ പാഴാക്കാതെ ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ട് വെൽ പ്ലാൻഡ് ആയിട്ട് നിങ്ങൾ മുമ്പോട്ടുള്ള ദിവസങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകണം. നമ്മളൊരു 4 മാസത്തിനുള്ളിൽ പരീക്ഷ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസിന്റെ പ്രത്യേകത, കഴിഞ്ഞു പോയ നമ്മുടെ ക്ലർക്ക് ക്യാഷ്യർ പരീക്ഷയ്ക്ക് മാത്സിനകത്തുനിന്ന് എവിടുന്നൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്, ഈ ചോദ്യങ്ങളുടെ നിലവാരം എങ്ങനെയായിരുന്നു, ഓരോ ചോദ്യങ്ങൾ ചെയ്തെടുക്കുവാൻ എത്ര സമയമാണ് ഉദ്യോഗാർത്ഥികൾ അവിടെ സ്പെൻഡ് ചെയ്തത്. സോ നിങ്ങൾക്ക് പറ്റിയ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാവുന്നതാണ്. മാത്സിനകത്ത് നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചു എന്നുള്ള കാര്യം പറയണം. എക്സാം ഹാളിൽ ഇരുന്ന സമയത്ത് നിങ്ങൾക്ക് മാത്സിനകത്ത് എന്ത് ബുദ്ധിമുട്ടാണ് അനുഭവപ്പെട്ടത് ഓരോ ചോദ്യങ്ങൾ കണ്ടപ്പോൾ എന്നുള്ള കാര്യം കൃത്യമായിട്ട് കമന്റ് ചെയ്യുക. അതനുസരിച്ച് അത് പരിഹരിച്ചുകൊണ്ടായിരിക്കും അടുത്ത ക്ലാസ്സുകൾ തീർച്ചയായിട്ടും നമുക്കിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ എക്സാം ഹാളിൽ ഇരുന്ന പല ചോദ്യങ്ങൾ നമുക്ക് ആൻസർ കിട്ടാതെ വരികയും വീട്ടിലിരിക്കുമ്പോൾ അത് പെട്ടെന്ന് ആൻസർ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾ കമന്റ് ചെയ്യണം. കാരണം അതിനൊക്കെ ഓരോന്നിനും ഓരോ റീസൺ ഉണ്ടാവും. സോ അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് അത്തരം റീസണുകളെല്ലാം പരിഹരിച്ചുകൊണ്ടായിരിക്കും മുമ്പോട്ടുള്ള പരീക്ഷയുടെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത ക്ലാസ്സുകൾ ചെയ്യുന്നത്. സോ അനുഭവങ്ങളാണ് തീർച്ചയായിട്ടും നമ്മുടെ മുമ്പോട്ടുള്ള വഴികാട്ടികൾ. അപ്പൊ ഈ ഒരു പരീക്ഷ നിങ്ങൾ എഴുതി മാറി, ഇതിനകത്തുനിന്ന് കുറെ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു. അടുത്ത പരീക്ഷയ്ക്ക് പോകുമ്പോൾ അത്തരം തെറ്റുകൾ ഒരു കാരണവശാലും ആവർത്തിക്കാൻ പാടില്ല എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയായിരിക്കണം ഈ കഴിഞ്ഞു പോയ പരീക്ഷ. അപ്പൊ അങ്ങനെ ഏറ്റവും ഭംഗിയായിട്ട് നമ്മൾ ഒരു പരീക്ഷ എഴുതി മാറിയിരിക്കുകയാണ്. അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. സോ ദിവസങ്ങൾ വളരെ നിർണായകമാണ്. ഒരു ദിവസം പോലും നമ്മൾ കയ്യിൽ നിന്നും പാഴാക്കാതെ ഏറ്റവും വൃത്തിയായിട്ട് പഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണം എന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ തുടങ്ങുന്നു. ഇന്ന് നമ്മൾ ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്നത് 20 ചോദ്യങ്ങൾ എങ്ങനെയാണ് പെട്ടെന്ന് മാത്സിനകത്ത് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് ക്ലാസ്സിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. സമയം കളയാതെ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ മക്കളെ, ഒന്നാമത്തെ ചോദ്യം പരീക്ഷയ്ക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്നത്, സുമൻ ബോട്ട് 10 pencils for ₹50 and sold them for ₹60. What is his gain in terms of percentage? അതായത് ഗെയിൻ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക, പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. നമുക്ക് എല്ലാവർക്കും അറിയാം, കുഞ്ഞുങ്ങളെ, പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കണമെങ്കിൽ പ്രോഫിറ്റിനെ 100 കൊണ്ട് ഗുണിക്കുക ഡിവൈഡഡ് ബൈ CP. എത്രയോ തവണ ക്ലാസ്സിൽ പറഞ്ഞതാ. അതായത് പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കണമെങ്കിൽ പ്രോഫിറ്റിനെ 100 കൊണ്ട് ഗുണിക്കുക ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ്. അതല്ല, ലോസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കണമെങ്കിൽ ലോസിനെ 100 കൊണ്ട് ഗുണിക്കുക ഡിവൈഡഡ് ബൈ CP. സ്വാഭാവികമായിട്ട് ഇവിടെ 10 പെൻസില് ഫോർ ₹50. 10 പെൻസില് 50 രൂപയ്ക്ക് വാങ്ങിച്ചു. 10 പെൻസില്, നമ്മൾ ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്ന ചോദ്യമോ. 10 പെൻസില് 50 രൂപയ്ക്ക് വാങ്ങിച്ചു. എണ്ണവും തന്നിട്ടുണ്ട്, വിലയും തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം എണ്ണ എഴുതണം, രണ്ടാമത് നിങ്ങൾ എന്ത് ചെയ്യണം? വില എഴുതണം. കണ്ടോ, ആദ്യം എണ്ണ എഴുതണം, രണ്ടാമത് വില എഴുതണം. അതങ്ങനെ തന്നെ ആയിരിക്കണം കേട്ടോ. 10 എണ്ണം 50 രൂപയ്ക്ക് വാങ്ങിച്ചു. നോക്കിയോണേ,
10 50 രൂപയ്ക്ക് വാങ്ങിച്ചു. എന്നിട്ട് ആൻഡ് സോൾഡ് ദം ഫോർ ₹60. 10 50 രൂപയ്ക്ക് വാങ്ങിച്ച് 10 60 രൂപയ്ക്ക് വിറ്റു. 10 50 രൂപയ്ക്കാണ് വാങ്ങിച്ചത്, എന്നിട്ട് 10 60 രൂപയ്ക്ക് അങ്ങ് വിറ്റു എന്നാണ് ചോദ്യകർത്താവ് പറയുന്നത്. സ്വാഭാവികമായിട്ടും എടാ എണ്ണവും വിലയും വരുന്ന ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ആദ്യം എണ്ണം എഴുതുക, രണ്ടാമത് വില എഴുതുക. ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ക്രോസ് ആയിട്ട് ഗുണിക്കണം. ക്രോസ് ആയിട്ട് ഗുണിക്കുക, ക്രോസ് ആയിട്ട് ഗുണിക്കുക. 50ഉം 10ഉം കൂടെ ഗുണിച്ചാൽ 500 ആണെന്ന് അറിയാമല്ലോ, 500. അതേപോലെ 10ഉം 60ഉം കൂടെ ഗുണിച്ചാൽ 600 ആണെന്ന് അറിയാമല്ലോ, അറിയാം. എടാ ക്രോസ് ആയിട്ട് ഗുണിക്കുമ്പോൾ ആദ്യം കിട്ടുന്ന സംഖ്യ ഉണ്ടല്ലോ, അതിനെ വാങ്ങിയ വില CP ആയിട്ട് പരിഗണിക്കണം. സ്വാഭാവികമായിട്ടും രണ്ടാമത്തത് വിറ്റ വിലയാണ്, സെല്ലിംഗ് പ്രൈസ് ആണെന്നുള്ള കാര്യം മനസ്സിലായി. അതായത് 500 രൂപയ്ക്ക് വാങ്ങിച്ചു, 600 രൂപയ്ക്ക് വിറ്റു എന്നാലോചിച്ചാൽ മതി. 500 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് 600 രൂപയ്ക്ക് വിൽക്കുവാണെങ്കിൽ സ്വാഭാവികമായിട്ട് 100 രൂപയിലെ ലാഭം കിട്ടിയത് ആണ്. ലാഭം എത്ര എന്ന് ചോദിച്ചാല് ലാഭം 100 ആണ്. ലാഭം 100. ലാഭത്തിനെ 100 കൊണ്ട് ഗുണിക്കുക, ഡിവൈഡഡ് ബൈ CP. CP എന്ന് പറഞ്ഞാൽ വാങ്ങി വില 500. താഴെ കിടക്കുന്ന 2 പൂജ്യങ്ങളും മേളിൽ കിടക്കുന്ന 2 പൂജ്യങ്ങളും കട്ടായിപ്പോയി. 100നെ 5 കൊണ്ട് ഹരിച്ചാല് ഉത്തരം 20% എന്ന് വരും. 20% ആൻസർ. അതായത് ഓപ്ഷൻ ഡി ആയിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. കണ്ടോ? അങ്ങനെ ഒന്നാമത്തെ ചോദ്യം നമ്മൾ വളരെ ഭംഗിയായിട്ട് പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. എണ്ണവും വിലയും തരുന്ന ഏത് ചോദ്യം പരീക്ഷയ്ക്ക് ചോദിച്ചാലും ഇത്തരത്തിൽ നിങ്ങൾക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ സാധിക്കും. 5 പേന 10 രൂപയ്ക്ക് വാങ്ങിച്ചു, 4 8 രൂപയ്ക്ക് വിറ്റു. എല്ലായിടത്തും ഈ ഒരു ഐഡിയ പ്രയോഗിക്കാവുന്നതാണ്. എണ്ണവും വിലയും വരുന്ന ചോദ്യങ്ങൾ ഏത് ചോദിച്ചാലും ആദ്യം എണ്ണം എഴുതുക, രണ്ടാമത് വില എഴുതുക, ക്രോസ് ആയിട്ട് ഗുണിക്കുക. ക്രോസ് ആയിട്ട് ഗുണിക്കുമ്പോൾ ആദ്യം കിട്ടുന്നത് എന്താണോ അതിനെ CP ആണെന്നും രണ്ടാമത്തത് SP ആണെന്നും പരിഗണിക്കുക. എന്നിട്ട് ലാഭശതമാനം കണ്ടുപിടിക്കണമെങ്കിൽ ലാഭത്തിനെ 100 കൊണ്ട് ഗുണിക്കുക, ഡിവൈഡഡ് ബൈ CP. നഷ്ടശതമാനമാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നഷ്ടത്തിനെ 100 കൊണ്ട് ഗുണിക്കുക, ഡിവൈഡഡ് ബൈ CP. സോ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. ആ ഒരു ചോദ്യം ചെയ്തെടുക്കാന് നമുക്കൊരു 10 സെക്കൻഡ് മുതൽ 20 സെക്കൻഡ് വരെ സമയം സ്പെൻഡ് ചെയ്യേണ്ടിയിരുന്നു. ഇപ്പോൾ രണ്ടാമത്തെ ചോദ്യം ഇവിടെ മക്കളെ, ചോദ്യം ഇതാണ്. 125 ഈസ് ഇൻക്രീസ്ഡ് ബൈ 20%. ഇറ്റ് ബിക്കംസ് വാട്ട്? 125 എന്ന് പറയുന്ന സംഖ്യ 20% വർദ്ധിച്ചാൽ സംഖ്യ എന്താകും എന്നാണ് ചോദ്യം. എല്ലാവർക്കും അറിയാം 125 ആണ് നമ്മുടെ സംഖ്യ. ആ 125 എന്ന് പറയുന്ന സംഖ്യ 20% വർദ്ധിപ്പിച്ചാൽ എന്താകും എന്നാണ് ചോദിച്ചത്. എല്ലാവർക്കും അറിയാം ഏതൊരു സംഖ്യയുടെയും 10% കണ്ടുപിടിക്കാൻ ഒരു സ്ഥാനം ഇടത്തോട്ട് മാറ്റി കുത്തിട്ടാൽ മതി. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എടാ ഏത് സംഖ്യയാണെങ്കിലും 10% കണ്ടുപിടിക്കാൻ ഒരു സ്ഥാനം ഇടത്തോട്ട് മാറ്റി കുത്തിട്ടാൽ മതി. അങ്ങനാണെങ്കിൽ 125ന്റെ 10% ഒരു സ്ഥാനം ഇടത്തോട്ട് മാറ്റി കുത്തിട്ടാൽ 12.5. 10% 12.5 ആണെങ്കിൽ 20% വീണ്ടും ഒരു 12.5 കൂട്ടിക്കോ. അപ്പോൾ 12.5യും 12.5യും 25. അതായത് 25 കൂടി. അതായത് 125ന്റെ കൂടെ 25 കൂട്ടിയാൽ ഉത്തരം 150. പേന പോലും എടുക്കാതെ ഉത്തരം ഓപ്ഷൻ ബിയിലേക്ക് പോകാൻ സാധിച്ചു. ഒരു സംഖ്യയുടെ 10% കണ്ടുപിടിക്കാൻ ഒരു 0 വെട്ടിയാൽ മതിയേ. അപ്പോൾ 125ന്റെ 10% 12.5. 10% 12.5 ഉണ്ടെങ്കിൽ 20% 12.5ഉം 12.5ഉം കൂടെ കൂട്ടുക 25. 25 കൂടി എന്നർത്ഥം. 125ന്റെ കൂടെ 25 കൂട്ടിയാൽ 150. ഓപ്ഷൻ ബി ആയിരുന്നു ആൻസർ. ഈ ഒരു ചോദ്യം ചെയ്തെടുക്കാന് നിങ്ങൾക്ക് 5 സെക്കൻഡ് പോലും വേണ്ടി വന്നില്ല. പേന പോലും എടുക്കാതെ ആൻസർ കണ്ടുപിടിക്കാൻ സാധിച്ചു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. സോ ഇത് നമ്മൾ ഒരു ഇഞ്ചിനെ സെന്റിമീറ്ററിലേക്ക് മാറ്റാനാണ് ചോദ്യം. സ്വാഭാവികമായിട്ടും ഇതിൽ നിങ്ങൾക്ക് ഒരു അല്പം ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടാകും. കാരണം ഇത് മെട്രിക് അളവുകൾ എന്ന് പറയുന്ന മറ്റൊരു ഭാഗമുണ്ട്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ ഈ ചോദ്യം ക്രാക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതായത് 1 ഇഞ്ച് എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്റർ ആണെന്ന് അറിയാവുന്നവന് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. അല്ലാത്തവർക്ക് വലിയ ബുദ്ധിമുട്ടാവും. എടാ നമ്മൾ ചെറിയ ക്ലാസ് മുതലേ കേൾക്കുന്ന ഒരു വാക്കുണ്ട്, 1 ഇഞ്ച് എന്ന് പറഞ്ഞാൽ ഏകദേശം 2.5 സെന്റിമീറ്റർ ആണെന്നൊക്കെ പഠിക്കാറുണ്ട്. ഇനി കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് 1 ഇഞ്ച് എന്ന് പറഞ്ഞാൽ 2.54 സെന്റിമീറ്റർ ആണ്. ഓർമ്മയിൽ ഉണ്ടാവണേ. 1 ഇഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2.54 സെന്റിമീറ്റർ ആണ് ഏകദേശം. അപ്പോൾ 2 ഇഞ്ച് എന്ന് പറഞ്ഞാല് 1 ഇഞ്ച് എന്ന് പറഞ്ഞാൽ 2.54 ആണെങ്കിൽ 2 ഇഞ്ച് എന്ന് പറഞ്ഞാല് 2.54നെ 2 കൊണ്ട് ഗുണിച്ചാൽ മതി. സോ 4 2 8, I 2 10, ശിഷ്ട 1,
2 2 4 1 5 5.08 എന്ന് വരും. അതായത് ഓപ്ഷൻ എ ആയിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. മറന്നു പോരുത്, 1 ഇഞ്ച് എന്ന് പറഞ്ഞാല് ഏകദേശം 2.5 സെന്റിമീറ്റർ, റൗണ്ട് ചെയ്ത് പറഞ്ഞാൽ 2.5, കൃത്യമായിട്ട് പറഞ്ഞാല് 2.54 സെന്റിമീറ്റർ ആണെന്നുള്ള കാര്യം ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. അത് വളരെ സിമ്പിൾ ചോദ്യമായിട്ടാണ്, നമുക്ക് കാര്യങ്ങൾ അറിയാവുന്നവർക്ക് അത് വളരെ സിമ്പിൾ ആയിരുന്നു. കാരണം ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കത് പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പതിയെ കടക്കുവാണ്. 4ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. 40% ഓഫ് 80 ഡിവൈഡഡ് ബൈ ആണേ 80% ഓഫ് 40. ഇതാണ് ചോദ്യം. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് വളരെ സിമ്പിൾ ചോദ്യമാണ്. എന്താണെന്നറിയോ പ്രത്യേകത? അതായത് ഇവിടെ 40 കിടപ്പുണ്ട്, ഇവിടെ 80 കിടപ്പുണ്ട്, ഇവിടെ 80 ഉണ്ട്, ഇവിടെ 40 ഉണ്ട്. ഇവിടെ സംഖ്യകളൊക്കെ സെയിമാ. അപ്പൊ ഇത് ചെയ്യുമ്പോൾ നമുക്കൊരു ഉത്തരം കിട്ടും. ഡിവൈഡഡ് ബൈ ഇത് ചെയ്യുമ്പോഴും ഒരു ഉത്തരം കിട്ടും. അപ്പോൾ മുകളിൽ ഒരു സംഖ്യ ഡിവൈഡഡ് ബൈ താഴെ ഒരു സംഖ്യ. ആ മുകളിൽ കിടക്കുന്ന സംഖ്യ ഏതാണോ അത് തന്നെയായിരിക്കും താഴെ വരുന്നത്. നിങ്ങൾ ചെയ്താൽ അങ്ങനെ വരത്തുള്ളൂ. അതായത് 40% ഓഫ് 80 എന്ന് പറഞ്ഞാൽ എന്താണ്ടേ 40% ഓഫ് എന്ന് പറഞ്ഞാൽ ഗുണിക്കുക 80 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഉത്തരം എന്ന് പറഞ്ഞാല് 4 8 32 ആണ്. അത് തന്നെ മാത്രമേ അവിടെയും കിട്ടത്തുള്ളൂ. അതായത് 80% ഓഫ് 40 ചെയ്താലും നമ്മൾക്ക് ഉത്തരം 32 തന്നെ കിട്ടത്തുള്ളൂ. നിങ്ങൾ ചെയ്തു നോക്കിയാൽ മതി. സോ 32 ഡിവൈഡഡ് ബൈ 32 ഉത്തരം 1 ആണ്. അതായത് ഓപ്ഷൻ ബി ആയിരുന്നു ആൻസർ. അപ്പൊ ഇനി നിങ്ങൾ പ്രത്യേകം ആലോചിച്ചോണം, ഇവിടുത്തെ നമ്പറും അവിടുത്തെ നമ്പറും സെയിം. കണ്ടോ, 40 80, അവിടെയും 40 80 ആണെങ്കിൽ പിന്നെ നിങ്ങൾ ചെയ്യുക വേണ്ട, ഉത്തരം 1 ആയിരിക്കും. മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞാൽ 12% ഓഫ് 20 ഡിവൈഡഡ് ബൈ 20% ഓഫ് 12. ഇതിന്റെ ഉത്തരം എത്ര എന്ന് ചോദിച്ചാൽ, എടാ ഇവിടെയും 12 20, അവിടെയും 20 12. അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ ചെയ്യുക വേണ്ട, ഇവിടെ കിട്ടുന്ന ഉത്തരവും അവിടെ കിട്ടുന്ന ഉത്തരവും സെയിം ആയിരിക്കും. അതായത് സെയിം നമ്പറിനെ മറ്റൊരു സെയിം നമ്പർ കൊണ്ട് ഹരിക്കുവാണെങ്കിൽ ഉത്തരം 1 വരത്തുള്ളൂ. അതായത് ഓപ്ഷൻ ബി ആയിരുന്നു അതിന്റെ ആൻസർ. വളരെ സിമ്പിൾ ചോദ്യമായിരുന്നു. ഈ ഒരു പ്രോബ്ലം ചെയ്തെടുക്കാൻ നമുക്ക് വേണ്ടി വരുന്ന സമയം ഒരു 5 സെക്കൻഡിൽ താഴെ മാത്രമേ വരുന്നുള്ളൂ. അടുത്തത്, എന്തായാലും നമ്മൾ പരീക്ഷ എഴുതി അവസാനിച്ചു കഴിഞ്ഞിരിക്കുവാണ്. സ്വാഭാവികമായിട്ടും ആ ഒരു പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇംഗ്ലീഷ് അതേപോലെ GK വിഷയങ്ങളിലെ നിങ്ങൾ എന്തൊക്കെ പ്രതിസന്ധികളാണ് നേരിട്ടത്, തീർച്ചയായിട്ടും അവിടെ ഉദ്യോഗാർത്ഥികൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നേരിട്ടത് എന്നുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വെബിനാറിൽ നമ്മളത് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. എന്തൊക്കെ പ്രശ്നങ്ങളാണ് എക്സാം ഹാളിൽ നേരിട്ടത്, അതായത് ഇംഗ്ലീഷും GK വിഷയങ്ങളിലെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നേരിട്ടത്, അത് പരിഹരിക്കുവാൻ അടുത്ത പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് എന്തൊക്കെ മുൻകൈയാണ് നമ്മൾ നേരത്തെ എടുക്കേണ്ടത്, ഏതൊക്കെ ഭാഗങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇനി ഏതൊക്കെ മേഖലകൾ കൂടി നിങ്ങൾ കവർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകണം എന്നുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു വെബിനാർ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അത് വരാൻ പോകുന്ന അടുത്ത പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു സെഷൻ ആയിരിക്കും. സോ ഈ ഒരു വെബിനാർ നടക്കുന്നത് ഫെബ്രുവരി 25-ാം തീയതി വൈകുന്നേരം 7 മണിക്കാണ്. സോ ഈ ഒരു വെബിനാറിലേക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും പങ്കെടുക്കാവുന്നതാണ്. നമ്പർ മുകളിലുണ്ട്, നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഓൺലൈനായിട്ട് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ആ ഒരു വെബിനാർ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അത് നമ്മുടെ ഇംഗ്ലീഷിന്റെ ടീച്ചർ ശ്രീകല മിസ്സും അതുപോലെ തന്നെ ശില്പ മിസ്സും കൂടെ ആയിരിക്കും ആ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത്. അതായത് ഇംഗ്ലീഷിനകത്ത് ഏതൊക്കെ ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്, അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഏതൊക്കെ മേഖലകൾ ഇനി നിങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പഠിക്കണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ GK വിഷയങ്ങളുടെയും കംപ്ലീറ്റ് കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞു തരും. അത് അടുത്ത പരീക്ഷ എഴുതുന്നവർക്ക് ഒരുപാട് ഉപകാരപ്പെടും എന്നുള്ള കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. സോ അതിന്റെ ലിങ്ക് കൂടി നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്താം. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണം എന്നുള്ള കാര്യം കൂടി ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാണ്. 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുന്നു. സോ LCM HCF എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ഒരു ചോദ്യമായിരുന്നു ഈ ഒരു ചോദ്യം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മാത്സിനകത്തെ ചോദ്യങ്ങളാണ് കൂടുതലും പരീക്ഷയ്ക്ക് ചോദിച്ചത്. എന്നാൽ കഴിഞ്ഞ തവണ റീസണിങ് ആയിരുന്നെങ്കിൽ ഇത്തവണ മാത്സിനകത്തെ വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് കൂടുതലും പരീക്ഷയ്ക്ക് ചോദിച്ചത്. അതായത് നിങ്ങൾക്ക് 10 മാർക്ക് അടിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു മാത്സ്. അതായിരുന്നു എളുപ്പം. അത് തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, പഠിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ആദ്യമേ അതുകൊണ്ടാണ് നമ്മൾ ക്ലാസ്സിൽ കൃത്യമായിട്ട് പറഞ്ഞത്. ദ സ്മോളസ്റ്റ് നമ്പർ ദാറ്റ് ലീവ്സ് എ റിമൈൻഡർ ഓഫ് 5
വെൻ ഡിവൈഡഡ് ബൈ 6, 9, 18. 6 കൊണ്ടും 9 കൊണ്ടും 18 കൊണ്ടും ഹരിക്കുമ്പോൾ ശിഷ്ടം 5 വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതെന്നാണ് ചോദ്യം. ഇപ്പൊ നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിച്ചിട്ടുണ്ട് 6, 9, 18 ഈ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 5 വരാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത് എന്നാണ് ചോദ്യം. സാധാരണഗതി നമ്മളൊരു ചോദ്യം പഠിക്കാറുണ്ട്. അതായത് 10, 20, 40 എന്നീ സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്ന് ചോദിച്ചാൽ എൽസിയം കണ്ടുപിടിച്ചാൽ പോരെ, മതി. സോ അങ്ങനെയാണെങ്കിൽ 6, 9, 18 എന്നീ സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്ന് ചോദിച്ചാൽ എൽസിയം കണ്ടുപിടിച്ചാൽ മതി. അതായത് 6ന്റെയും അതേപോലെ 9ന്റെയും 18ന്റെ എൽസിയം കണ്ടുപിടിച്ചാൽ മതി. സോ എൽസിയം കണ്ടുപിടിക്കാൻ മറ്റൊരു ട്രിക്ക് ഉണ്ട്. തന്നിരിക്കുന്ന സംഖ്യകളിലെ ഏറ്റവും വലിയ സംഖ്യയെ ബാക്കിയുള്ള സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുവാണെങ്കിൽ ആ ഏറ്റവും വലിയ സംഖ്യ ആയിരിക്കും എൽസിയം. എടാ ഇവിടെ ഏറ്റവും വലിയ സംഖ്യ 18 ആണ്. 18നെ 6 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും, അതേപോലെ 9 കൊണ്ടും പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് 18 ആണ് എൽസിയം. കാരണം 18 ആണ് ഏറ്റവും വലിയ സംഖ്യ. 18നെ 6 കൊണ്ടും 9 കൊണ്ടും പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ സംഖ്യയായ 18 ആയിരുന്നു അവിടെ എൽസിയം. അതായത് 6 കൊണ്ട് 9 കൊണ്ടും 18 കൊണ്ടും പൂർണ്ണമായിട്ട് ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്ന് ചോദിച്ചാൽ ഉത്തരം 18. ഇനി ശിഷ്ടം 5 വരണമെങ്കിൽ, എടാ ശിഷ്ടം 5 വരണമെങ്കിൽ 5 കൂട്ടിക്കോ. സോ എൽസിയം 18 അല്ലായിരുന്നോ? അതായിരുന്നു പൂർണ്ണമായിട്ട് ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ. സോ ശിഷ്ടം 5 വരേണ്ടത് കൊണ്ട് 5 കൂട്ടിക്കോ. 18ന്റെ കൂടെ 5 കൂട്ടിയാൽ 23. ഓപ്ഷൻ എ ആയിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. വളരെ സിമ്പിൾ ചോദ്യം, മനസ്സുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ ചോദ്യം. നിങ്ങൾക്ക് ഈ ഒരു ചോദ്യം ചെയ്തെടുക്കാൻ വിത്തിൻ സെക്കൻഡ്സ്, അതായത് ഒരു 10 സെക്കൻഡ് കൊണ്ട് ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന സിമ്പിൾ ചോദ്യമാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. എൽസിയം കണ്ടുപിടിക്കുക, 5 കൂട്ടുക, പരിപാടി കഴിഞ്ഞു. അടുത്തത് മറ്റൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ, എന്നാൽ സമയം ഒരല്പം തള്ളിക്കളയാവുന്ന ചോദ്യമാണ്, പക്ഷേ വളരെ സിമ്പിൾ ചോദ്യമാണ്. ചോദ്യം ഇതാണ്. മക്കളെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചോണേ. ചോദ്യം ചോദിച്ചത് ഇഫ് ഓൾ വവൽസ് ആർ റിമൂവ്ഡ് ഫ്രം ദ ഫോളോയിങ് അറേഞ്ച്മെന്റ്. താഴെ തന്നിരിക്കുന്ന ഈ അറേഞ്ച്മെന്റിനകത്ത് എല്ലാ വവൽസിനെയും റിമൂവ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അതങ്ങ് ആദ്യം റിമൂവ് ചെയ്യാം. അപ്പൊ എന്താണ്ടേ എ കളഞ്ഞു, എ വവലാണ്. എ ഇ ഐ ഒ യു, ഓ കളഞ്ഞു. എ ഇ ഐ ഒ യു ആണ്, യു കളഞ്ഞു. ഇ കളഞ്ഞു, ഓ കളഞ്ഞു, യു കളഞ്ഞു, ഐ കളഞ്ഞു, ഓ കളഞ്ഞു. ചോദ്യകർത്താവ് ചോദിച്ചത് വാട്ട് ലെറ്റർ കംസ് 5th ഫ്രം ദ ബാക്ക്. ഇവിടുന്ന് 5ാമത്തെയാണ് വേണ്ടത്. ഫ്രം ദ ബാക്ക്, ബാക്ക് എന്ന് പറയുമ്പോൾ അവിടുന്ന് 5ാമത്തെ. അപ്പൊ നമുക്ക് ഇതെല്ലാം കളഞ്ഞു പോകണമെന്നില്ല, ഇവിടുന്ന് കൂടെ കുറേശ്ശെ കളയാം. ഓ കളഞ്ഞു, യു ഇ കളഞ്ഞു, എ കളഞ്ഞു. എ ഇ കളഞ്ഞു, ഓ കളഞ്ഞു, യു കളഞ്ഞു, ഐ കളഞ്ഞു. എ ഇ ഐ ഒ യു, എ ഇ ഐ ഒ യു. അപ്പൊ എന്താണ്ടേ യു കളഞ്ഞു. 5 വന്ന് കാണുമായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടില്ല. എ കളഞ്ഞു, ഇ കളഞ്ഞു, ഓ കളഞ്ഞു, എ കളഞ്ഞു, ഐയും കൂടെ കളഞ്ഞേക്ക്. ഇനി നോക്കിക്കോണേ, നമുക്ക് നോക്കാം. ഒന്നാമത്തത് ബി ആണ്, രണ്ടാമത്തത് ഡി ആണ്, മൂന്നാമത്തത് എൽ, നാലാമത്തത് വി ആണ്, 5ാമത്തത് ഡബ്ല്യു ആണ്. ഓപ്ഷൻ ഡി ആയിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. അതായത് ഇതിനകത്തെ വവൽസ് എല്ലാം കൂടെ റിമൂവ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാല് വാട്ട് ലെറ്റർ കംസ് 5th ഫ്രം ദ ബാക്ക്, ബാക്കിൽ നിന്ന് 5ാമത്തെ അക്ഷരം ഏതാണെന്നാണ് ചോദിച്ചത്. എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യമായിരുന്നു. വളരെ സിമ്പിൾ ചോദ്യമായിരുന്നു, പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യന്. ഈ ഒരു ചോദ്യത്തിനകത്ത് നിങ്ങൾക്ക് ഒരു പക്ഷേ 20 സെക്കൻഡ് വരെ സമയം എടുത്തിട്ടുണ്ടാകും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിൾ ചോദ്യം. അടുത്ത ക്വസ്റ്റ്യൻ ഒരല്പം സമയം എടുക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് വയസ്സ് ആവറേജ് എന്ന് പറയുന്ന കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ടു വരുന്ന ചോദ്യമായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, ആവറേജ് കണ്ടുപിടിക്കാൻ, ശരാശരി കണ്ടുപിടിക്കാൻ ആവറേജ് ഈസ് ഈക്വൽ ടു സമ്മ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ആണ് ഇക്വേഷൻ. എല്ലാവർക്കും അറിയാവുന്ന. എടാ ആവറേജ് എന്ന് പറഞ്ഞാൽ ആവറേജ് ഈസ് ഈക്വൽ ടു സമ്മ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ആണ്. സോ അവിടുന്ന് സം ഈസ് ഈക്വൽ ടു സമ്മ് കണ്ടുപിടിക്കണമെങ്കിൽ ആവറേജും ടോട്ടലും കൂടെ ഗുണിച്ചാൽ മതി അല്ലേ? അതായത് തുക കണ്ടുപിടിക്കണമെങ്കിൽ ശരാശരിയും എണ്ണവും കൂടെ ഗുണിക്കുക. തുക കണ്ടുപിടിക്കണമെങ്കിൽ ശരാശരിയും എണ്ണവും കൂടെ ഗുണിക്കുക. 5 വർഷം മുമ്പ് 5 years ago the average age of
മധു ആൻഡ് രാജൻ വാസ് 18. അതായത് 5 വർഷം മുമ്പ് കണ്ടോ, 5 വർഷം മുമ്പ് 5 years ago, 5 വർഷം മുമ്പ് മധുവിന്റെയും രാജന്റെയും 5 വർഷം മുമ്പ് മധുവിന്റെയും രാജന്റെയും വയസ്സുകളുടെ ശരാശരി 18 ആണെന്ന് പറഞ്ഞു. എടാ, ആവറേജ് 18 ആണെങ്കിൽ സമ്മ് കണ്ടുപിടിക്കാൻ സം ഇസ് ഈക്വൽ ടു ആവറേജ് ഇൻറ്റു നമ്പർ. സോ ആവറേജ് 18, നമ്പർ 2, 18ഉം 2ഉം കൂടെ ഗുണിച്ചാൽ 18 × 2 36. അതായത് 5 വർഷം മുമ്പ് മധുവിന്റെയും അതേപോലെ രാജന്റെയും വയസ്സുകളുടെ തുക 18 2 36 ആണെന്ന് മനസ്സിലായി. ആണേ. നൗ ഇഫ് ദ ആവറേജ് ഓഫ് മധു ആൻഡ് രാജൻ ആൻഡ് വേണു ഈസ് 24 years. അതായത് ഇപ്പോഴത്തെ ആവറേജ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും 5 വർഷം മുമ്പ് മധുവിന്റെയും രാജന്റെയും വയസ്സുകളുടെ തുക 36 ആണെങ്കിൽ ഇപ്പോഴത്തെ അവരുടെ വയസ്സുകളുടെ തുക കണ്ടുപിടിക്കാൻ രണ്ടുപേരുടെയും വയസ്സ് 5 വെച്ച് കൂടത്തില്ലേടാ? 5 വർഷം മുമ്പ് ഒരാൾക്ക് എത്ര വയസ്സുണ്ടോ അതിന്റെ കൂടെ 5 കൂട്ടുമ്പോഴല്ലേ ഇപ്പോഴത്തെ വയസ്സ് കിട്ടുന്നത്. അങ്ങനാണെങ്കിൽ 5 വർഷം മുമ്പ് മധുവിന്റെയും അതേപോലെ രാജന്റെയും വയസ്സുകളുടെ തുക 36 ആണെങ്കിൽ ഇപ്പോഴത്തെ വയസ്സുകളുടെ തുക എന്ന് പറഞ്ഞാല് രണ്ടുപേരുടെയും വയസ്സുകൾ 5 വീതം കൂടും. അതായത് 5 കൂടി 5 കൂടി മൊത്തത്തിൽ 10 കൂടും. അങ്ങനാണെങ്കിൽ ഇപ്പോഴത്തെ അവരുടെ വയസ്സുകളുടെ തുക, മധുവിന്റെയും രാജന്റെയും വയസ്സുകളുടെ തുക 36 × 10 46 ആണെന്ന് നമുക്ക് കോമൺ സെൻസിലെ പ്രോബ്ലത്തിലേക്ക് എത്താവുന്നതാണ്. സോ ഇനി പറയുന്നത് ഇപ്പോഴത്തെ മധുവിന്റെയും അതേപോലെ രാജന്റെയും അതേപോലെ വേണുവിന്റെയും ആവറേജ് എന്ന് പറഞ്ഞാൽ 24. എടാ, ആവറേജ് 24 ആണെങ്കിൽ നമുക്കറിയാം ശരാശരി കിട്ടിയാൽ തുക കണ്ടുപിടിക്കാൻ ശരാശരിയും എണ്ണവും കൂടെ ഗുണിച്ചാൽ മതി. ശരാശരി 24, എണ്ണം 3 പേര്, മധു രാജൻ വേണു 3 പേര്. 24നെ 3 കൊണ്ട് ഗുണിക്കുക. 24നെ 3 കൊണ്ട് ഗുണിച്ചാല് സൈഡിലോട്ട് ഗുണിച്ചു നോക്കൂ. 24നെ 3 കൊണ്ട് ഗുണിച്ചു. 4 3 12, ശിഷ്ടം 1 3 2 6 1 7, അതായത് 72. അതായത് ഇപ്പോഴത്തെ അവരുടെ വയസ്സുകളുടെ തുക 72 ആണെന്ന് മനസ്സിലായി. ആരുടെയൊക്കെയാ? മധുവിന്റെയും ഇപ്പോഴത്തെ മധുവിന്റെയും രാജന്റെയും വേണുവിന്റെയും വയസ്സുകളുടെ തുക 72 ആണെന്ന് നമുക്ക് കൃത്യം മനസ്സിലായി. സോ ഇപ്പോഴത്തെ മധുവിന്റെയും രാജന്റെയും വയസ്സുകളുടെ തുക 46. അപ്പൊ ഇത്രയും 46 ആണെന്ന് മനസ്സിലായി. കണ്ടോ, മധുവിന്റെയും രാജന്റെയും ഇപ്പോഴത്തെ വയസ്സുകളുടെ തുക 46 ആണ്. പ്ലസ് വേണുവാണ് അറിയാത്തത്, ഇസ് ഈക്വൽ ടു 72. സോ അവിടുന്ന് വേണുവിന്റെ വയസ്സാണ് കണ്ടുപിടിക്കേണ്ടത്. 46 അപ്പുറത്ത് പോയപ്പോൾ മൈനസായി. 72 46 കുറച്ചാല് 12 6 കുറച്ചാല് 12 6 കുറച്ച 6 വരും. അതേപോലെ 6 4 കുറച്ചാല് 2 വരും, 26 എന്ന് വരും. അതായത് വേണുവിന്റെ ഇപ്പോഴത്തെ വയസ്സെന്ന് പറഞ്ഞാൽ 26 ആണ്. എടാ, വേണുവിന്റെ ഇപ്പോഴത്തെ വയസ്സ് 26 ആണെങ്കിൽ ചോദ്യകർത്താവ് ചോദിച്ചത് വാട്ട് വിൽ ബി ദ ഏജ് ഓഫ് വേണു ആഫ്റ്റർ 12 years. 12 വർഷത്തിന് ശേഷമുള്ള വേണുവിന്റെ വയസ്സ് എത്ര എന്ന ചോദ്യം. വേണുവിന് ഇപ്പോൾ 26 അല്ലേ? ആണ്. എടാ, വേണുവിന് ഇപ്പോൾ 26 വയസ്സാണെങ്കിൽ 12 വർഷം കഴിയുമ്പോൾ 12 കൂട്ടിക്കോ. 12 കൂട്ടിയാൽ മതി. 26ഉം 12ഉം കൂടെ കൂട്ടിയാൽ 6 2 8 2 1 3 38 വയസ്സെന്ന് വരും. അതായത് ഓപ്ഷൻ സി ആയിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. സോ ഈ ഒരു ചോദ്യം ചെയ്യുവാൻ വേണ്ടി മാത്രം സ്വാഭാവികമായിട്ട് നമുക്കൊരു 1 മിനിറ്റ് സമയം സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും. കാരണം ശരാശരി തന്നിട്ടുണ്ട്, തുക കണ്ടുപിടിക്കാൻ ശരാശരിയും എണ്ണവും കൂടെ ഗുണിക്കുക. അവിടുന്ന് ഇപ്പോഴത്തെ വയസ്സ് കണ്ടുപിടിക്കാം. 2 പേരുടെ 5 വെച്ച് കൂട്ടി. ചോദ്യകർത്താവ് ഇപ്പോഴത്തെ 3 പേരുടെ വന്നിട്ടുണ്ട്, അത് 24. അവിടുന്ന് തുക കണ്ടുപിടിക്കാൻ ശരാശരിയും എണ്ണം കൂടെ ഗുണിക്കുക. ശരാശരി 24, എണ്ണം 3, 24 3 72. അവിടുന്ന് ആദ്യം കിട്ടിയ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇപ്പോഴത്തെ വേണുവിന്റെ വയസ്സ് കിട്ടി. ഇപ്പോഴത്തെ വേണുവിന്റെ വയസ്സ് 26 ആണെങ്കിൽ 12 വർഷം കഴിയുമ്പോൾ 12 കൂട്ടിയാൽ മതി. 12 കൂട്ടിയാൽ 26ന്റെ കൂടെ 12 കൂട്ടിയാൽ 38 എന്ന് വരും ആൻസർ. നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്തത് കോഡിങ്ങിനകത്തുനിന്ന് വളരെ സിമ്പിൾ ചോദ്യമാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. റോസിന്റെ കോഡ് തന്നു, ചെയറിന്റെ കോഡ് തന്നു, അതേപോലെ പ്രീച്ച് എന്ന് പറയുന്ന വാക്കിന്റെ കോഡ് തന്നു. ചോദ്യകർത്താവ് സെർച്ച് ആണ് ചോദിച്ചത്. അപ്പോഴേ ആലോചിക്കാവുന്നതേ ഉള്ളൂ. എടാ, സെർച്ച് എന്ന് പറയുമ്പോൾ അവിടെ എസ് ഉണ്ട്, കണ്ടോ? എസ് ഉണ്ട്. എല്ലാം ഈ സെർച്ചിനകത്തെ ഓരോ അക്ഷരങ്ങളും SEARCH
ഈ ഓരോ അക്ഷരങ്ങളും അവിടെ തന്നിട്ടുള്ള വാക്കുകൾക്കകത്തുള്ളതായിരുന്നു അല്ലേ? അപ്പൊ അങ്ങനാണെങ്കിൽ എന്താണ് നോക്കിക്കോണേ, ROSC, R എന്ന് പറഞ്ഞാൽ 6, O എന്ന് പറഞ്ഞാൽ 8, S എന്ന് പറഞ്ഞാൽ 2, E എന്ന് പറഞ്ഞാൽ 1. ഒന്നും കൂടെ ചെക്ക് ചെയ്യാം. ചെയറിനകത്ത് R എത്ര? ചെയറിനകത്ത് ചെയർ എന്ന് പറയുന്ന ആ ഒരു വാക്കിലെ അവസാനത്തെ അക്ഷരം R ആണ്, ഇവിടുത്തെ അവസാനത്തെ നമ്പർ R ആണ്. അപ്പൊ R is equal to 6. ഓക്കെ ആണ്, പക്കാണ്, ഒന്നും പേടിക്കണ്ട. സോ അങ്ങനാണെങ്കിലേ നമുക്ക് ചെയ്യാം. നമുക്ക് സെർച്ച് SEARCH ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. സ്വാഭാവികമായിട്ടും എസ് ആദ്യം കണ്ടുപിടിക്കുക. എസ് അല്ലേ വേണ്ടത്? എസ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് മൂന്നാമത്തത്. അപ്പൊ ഇവിടുന്ന് മൂന്നാമത്തെ ഏതാ? 2 ആണ്. അപ്പൊ ഉത്തരത്തിന് തുടക്കം 2 ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. എസ് എന്ന് പറഞ്ഞാൽ 2 ആണ്. അടുത്തത് നമുക്ക് ഈ ആണ് വേണ്ടത്. ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റോസിനകത്തെ ഏറ്റവും അവസാനത്തെ അക്ഷരം. അപ്പോ 6, 8, 2, 1 ഏറ്റവും അവസാനത്തെ നമ്പർ 1. അപ്പൊ ഈയുടെ വാല്യൂ 1 ആണെന്ന് മനസ്സിലായി. സോ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് ഓപ്ഷൻ എ അങ്ങ് വെട്ടിക്കളയാം. കാരണം 24 തുടക്കം, നമുക്ക് 21 തുടങ്ങേണ്ടത്. അടുത്തത് എ ആണ് വേണ്ടത്. എടാ എ എന്ന് പറഞ്ഞാൽ ചെയറിനകത്ത മൂന്നാമത്തെ അക്ഷരോ. ചെയർ എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ അക്ഷരോ. അപ്പൊ മൂന്നാമത്തെ നമ്പർ 4 അല്ലേ? മൂന്നാമത്തെ നമ്പർ 4 ആണ്. അപ്പൊ എയുടെ വില 4 ആണെന്ന് മനസ്സിലായി. എയുടെ വില 4. അപ്പൊ 214 തുടക്കം. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് 216 അങ്ങ് വെട്ടാം. കഴിഞ്ഞ പരിപാടി കഴിഞ്ഞേ. ഇനി 6 ആണ് വേണ്ടത്. 6 നമ്മൾ കണ്ടുപിടിച്ചില്ല. 6 എന്ന് പറഞ്ഞാൽ 6 ആണ്. അത് പെട്ടെന്ന് തന്നെ കിട്ടും. കണ്ടോ, 6 എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പൊ ഉത്തരത്തിന് തുടക്കം 2146. 2146 തുടങ്ങുന്ന ഈ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഇത് ആൻസർ അല്ല. സോ അങ്ങനെയാണെങ്കിൽ ഉത്തരം ഓപ്ഷൻ ബി ആയിരുന്നു. വളരെ സിമ്പിൾ കോഡിംഗ് ചോദ്യം, ഒരു 20 സെക്കൻഡിനുള്ളിൽ ആൻസർ കിട്ടാൻ പറ്റുന്ന വളരെ സിമ്പിൾ ചോദ്യമാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ, 8 ചോദ്യങ്ങൾ കവർ ചെയ്ത് പോയ സമയത്ത് ഒരു ചോദ്യം പോലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ചോദ്യം പോലും ചോദിച്ചില്ല. അതായത് 40 സെക്കൻഡിന് അപ്പുറത്തേക്ക് സമയം സ്പെൻഡ് ചെയ്യേണ്ട ഒരു ചോദ്യം പോലും പരീക്ഷയ്ക്ക് ചോദിച്ചില്ലായിരുന്നു. അതാണ് മറ്റൊരു യാഥാർത്ഥ്യത. സോ മറ്റൊരു ക്വസ്റ്റ്യൻ, 25 650 ആയിട്ട് മാറി, 35 എന്നുള്ളത് 1260 ആയി, 45 എന്നുള്ളത് ഏത് സംഖ്യയാണെന്നാണ് ചോദ്യം. ഇത് കാണുമ്പോഴേ കോമൺ സെൻസിൽ അടിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. എടാ 25 എന്ന് പറഞ്ഞാൽ 650, 25ന്റെ സ്ക്വയർ ആണ് 625. പെട്ടെന്ന് മനസ്സിൽ വന്നില്ലേ? 25ന്റെ സ്ക്വയർ ആണ് 625. ആ 625 650 ആകണമെങ്കിൽ എന്ത് ചെയ്യണം? 25 കൂട്ടണം. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ആ ഒരു ഐഡിയ ഇവിടെയും കൂടെ പ്രയോഗിച്ചു നോക്കാം. അതായത് 35ന്റെ സ്ക്വയർ എത്ര? 35ന്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു, പറയാം, 35ന്റെ സ്ക്വയർ, 5ന്റെ സ്ക്വയർ 25, ആദ്യ സംഖ്യ 3, 3 കഴിഞ്ഞ അടുത്ത എണ്ണൽ സംഖ്യ 4, 3 4 12, അതായത് 1225. ആ 1225 ആണ് 35ന്റെ സ്ക്വയർ. അതിന്റെ കൂടെ 35 കൂട്ടി നോക്കിക്കേ. 5 5 10 ശിഷ്ട 1, 2 3 5 1 6, 2 1. 1260 ആണോ? ആണ്. അപ്പൊ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം, 45ന്റെ സ്ക്വയർ കണ്ടുപിടിച്ചിട്ട് 45 കൂട്ടിയാൽ മതി. 45ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. 5ൽ അവസാനിക്കുന്ന ഏത് സംഖ്യകളുടെ സ്ക്വയർ കണ്ടുപിടിക്കാനും 5ന്റെ സ്ക്വയർ ആദ്യമേ എഴുതുക 25. ഇവിടെ അതുപോലെ തന്നെ 5ന്റെ സ്ക്വയർ 25 എഴുതി. ആദ്യ സംഖ്യയും അത് കഴിഞ്ഞുള്ള അടുത്ത എണ്ണൽ സംഖ്യയും കൂടെ ഗുണിച്ചാൽ മതി. ആദ്യ സംഖ്യ ഏതാ? 4 അല്ലേ? 4 കഴിഞ്ഞ അടുത്ത എണ്ണൽ സംഖ്യ ഏതാ? 5 അല്ലേ? നിങ്ങൾ മനസ്സിലാലോചിച്ചേ. 4 കഴിഞ്ഞ അടുത്ത എണ്ണൽ സംഖ്യ 5 അല്ലേടാ? 4 5 കൂടെ ഗുണിച്ചാൽ എത്ര? 20. അതങ്ങ് ആദ്യം എഴുതിയാൽ മതി. അതേപോലെ ഇവിടെ 35ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ 5ന്റെ സ്ക്വയർ എഴുതി വെച്ച് 25. ആദ്യ സംഖ്യ 3, 3 കഴിഞ്ഞ അടുത്ത എണ്ണൽ സംഖ്യ 4, 3 4 കൂടെ ഗുണിച്ചാൽ 12. കണ്ടോ? 12 25. അങ്ങനെയാണെങ്കിൽ 75ന്റെ സ്ക്വയർ എത്ര? പെട്ടെന്ന് പറഞ്ഞേ. 5ന്റെ സ്ക്വയർ 25, ആദ്യ സംഖ്യ 7, 7 കഴിഞ്ഞ അടുത്ത എണ്ണൽ സംഖ്യ 8, 7 8 കൂടെ ഗുണിച്ച 56, 56 25. പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റിയ കണ്ടോ? അപ്പോൾ 45ന്റെ സ്ക്വയർ 2025 ആണ്. അതിന്റെ കൂടെ 45 കൂട്ടിക്കൂ. 5 5 10 ശിഷ്ട 1, 4 2 6 1 7, 0 എഴുതിക്കൂ. 2 2070 എന്ന് വരും. അതായത് ഓപ്ഷൻ സി ആയിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. വളരെ സിമ്പിൾ ആയിട്ട് ചോദിച്ച ഒരു നമ്പർ സീരീസ് ആണ്. ഇവിടെ നിങ്ങൾക്ക് 5ൽ അവസാനിക്കുന്ന സംഖ്യകളുടെ സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള ട്രിക്ക് കൂടി ഞാൻ വൃത്തിയായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അടുത്തത് 50 സ്റ്റുഡൻസ് ഉണ്ടായിരുന്ന ഒരു ക്ലാസ്സിനകത്ത് അവിടെ ഒരു മെന്റൽ എബിലിറ്റി ടെസ്റ്റ് നടത്തുന്നു. 6 ഓഫ് ദ സ്റ്റുഡൻസ് ഡിഡിന്റ് ക്വാളിഫൈഡ്. 6 പേര് പരാജയപ്പെട്ടു എന്നാണ് ചോദ്യകർത്താവ് പറയുന്നത്. എടാ 6 പേര് പരാജയപ്പെട്ടവരാണെങ്കിൽ, 50 പേരിനകത്ത് 6 പേര് പരാജയപ്പെട്ടവരാണെങ്കിൽ വിജയിച്ച ആളുകളുടെ എണ്ണം 44 അല്ലേ? ആണ്. കാരണം 6 പേര് പരാജയപ്പെട്ടു.
ബാക്കി വിജയിച്ചവർ 44. ഔട്ട് ഓഫ് ദ റിമൈനിങ്, അതായത് ബാക്കിയുള്ളവർ, അതായത് വിജയിച്ച ആളുകൾ, 6 ഓഫ് ദ സ്റ്റുഡൻസ് ഡിഡിന്റ് ക്വാളിഫൈഡ്, 6 പേര് പരാജയപ്പെട്ടു. ഔട്ട് ഓഫ് ദ റിമൈനിങ്, ബാക്കിയുള്ളവർ 44. ആ 44 പേരിലെ അഖിൽ എന്ന് പറയുന്ന വ്യക്തി, അപ്പൊ ഇത് മൊത്തം 44 പേരുണ്ട്. അതിൽ നമ്മുടെ അഖിൽ ആണ് ഇവിടെ നിൽക്കുന്നത്. അഖിൽ മോൻ ഇവിടെയാണ് നിൽക്കുന്നത്. നമ്മുടെ അഖില് 14th ഫ്രം ദ ലാസ്റ്റ്, പിറകീന്ന് 14ാമതാണ് എന്നാണ് പറയുന്നത്. എടാ, പിറകീന്ന് 14ാമതാണെങ്കിൽ താഴെ നിന്ന് 14ാമത്, അല്ലെങ്കിൽ പിറകീന്ന് 14ാമതാണെങ്കിൽ അഖിലിന്റെ പിറകിലെ 13 കുട്ടികൾ ഉണ്ടെന്നല്ലേ അതിന്റെ അർത്ഥമാണ്. പിറകീന്ന് 14ാമതെന്ന് പറഞ്ഞാല് അഖിലിന്റെ പുറകിലെ 13 കുട്ടികൾ ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. മൊത്തം 44 പേരാ. അതില് ഇപ്പൊ തന്നെ ഞാൻ ഏകദേശം 13 14 പേരെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. 14 പേരുടെ ബാക്കി ഇനി എത്ര പേരുണ്ട്? ബാക്കി ഇനി 30 പേരല്ലേ ഉള്ളൂ. ബാക്കി മൊത്തം 44 പേരെ ഉള്ളൂ വിജയിച്ചവരുടെ റാങ്ക് പട്ടികയാണിത്. ആ വിജയിച്ചവരുടെ റാങ്ക് പട്ടികയില് നമ്മുടെ അഖില് പിറകീന്ന് 14ാമത് എന്ന് പറഞ്ഞാല് അഖിലിന്റെ പിറകിൽ 13 പേര്. ആ ബാക്കിയുള്ളവരെല്ലാം അഖിലിന്റെ മുമ്പിലായിരിക്കും എന്ന് മനസ്സിലായി. ഓക്കെ, നമ്മൾ അറേഞ്ച് ചെയ്തു. വാട്ട് വിൽ ബി ഹിസ് റാങ്ക് ഫ്രം ദ ടോപ്പ്? മുകളിൽ നിന്ന് എത്രാമത് എന്നാണ് ചോദ്യം. അഖിലിന്റെ മുമ്പിൽ അല്ലെങ്കിൽ അഖിലിന്റെ മുകളിലെ 30 കുട്ടികളുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അവൻ 30 കഴിഞ്ഞ് 31ാമതല്ലേ. ഉത്തരം 31 എഴുതി അവസാനിപ്പിക്കുക. ഓപ്ഷൻ എ ആയിരുന്നു ആൻസർ. കാരണം അഖിലിന്റെ മുമ്പിലെ 30 കുട്ടികളുണ്ട്. സ്വാഭാവികമായിട്ട് എണ്ണി വരുമ്പോൾ അവൻ 31ാമതാണെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്കൊരു 10 സെക്കൻഡ് താഴെ സമയം മാത്രമേ എടുക്കേണ്ടി വന്നുള്ളൂ. അടുത്തത് ഓഡ് മാൻ ഔട്ട് ആണ്. എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ക്രോം ഉണ്ട്, ഫയർഫോക്സ് ഉണ്ട്, അതേപോലെ ഗൂഗിൾ ഉണ്ട്, ഒപ്പേറ ഉണ്ട്. ആൻസർ എന്തായാലും ഗൂഗിൾ ആണെന്നുള്ള കാര്യം അറിയാം. ഗൂഗിൾ എന്ന് പറഞ്ഞ ഒരു സെർച്ച് എഞ്ചിൻ ആണ്. ബാക്കിയുള്ളതെല്ലാം വെബ് ബ്രൗസർ ആണ്. ക്രോം ആണെങ്കിലും ഫയർഫോക്സ് ആണെങ്കിലും ഒപ്പേറ ആണെങ്കിലും അതെല്ലാം വരുന്നത് ബ്രൗസേഴ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നമുക്ക് വിത്തിൻ സെക്കൻഡ്സ് 1-2 സെക്കൻഡിനുള്ളിൽ ആ ബബിൾ ചെയ്യുന്ന സമയം മാത്രമാണ് നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നത്. വളരെ സിമ്പിൾ ചോദ്യം. അതായിരുന്നു ഓഡ് മാൻ ഔട്ട്. അടുത്തത് 2 സംഖ്യകളുടെ തുക 1444 അല്ലേ. സം ഓഫ് 2 നമ്പേഴ്സ് ഈസ് 1444. 2 സംഖ്യകളുടെ തുക 1444. അതേപോലെ വ്യത്യാസം 156 ആണെങ്കിൽ വലിയ സംഖ്യ ഏതാടാ എന്നാണ് ചോദിച്ചത്. എളുപ്പ വഴി പലതവണ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്, ഷോർട്ടായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. 2 സംഖ്യകളുടെ തുകയും വ്യത്യാസവും തന്നിട്ട് വലിയ സംഖ്യ ചോദിച്ചാൽ എന്ത് ചെയ്യണം? ആ തന്നിരിക്കുന്നത് രണ്ടും കൂടെ കൂട്ടുക, ഡിവൈഡഡ് ബൈ പകുതി എടുക്കുക. സോ വലിയ നമ്പർ കണ്ടുപിടിക്കാൻ, വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ ചോദിച്ചാല് എന്ത് ചെയ്താൽ മതി? ആ തുകയും വ്യത്യാസവും കൂടെ കൂട്ടണം. അതായത് 1444 അതേപോലെ വ്യത്യാസമായ 156 കൂടെ കൂട്ടിയിട്ട് പകുതി എടുത്താൽ മതി. അപ്പോൾ 2 സംഖ്യകളുടെ തുകയും വ്യത്യാസവും തന്നിട്ട് വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ ചോദിച്ചാലേ ആ തുകയും വ്യത്യാസവും കൂടെ കൂട്ടി പകുതി എടുക്കണം. ഇനി അതല്ല, അവർ ചെറിയ സംഖ്യയാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചെങ്കിലോ ആ തുകയും വ്യത്യാസവും കൂടെ കുറയ്ക്കുക, പകുതി എടുക്കുക. അപ്പൊ വലിയ നമ്പർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? കൂട്ടുക, പകുതി എടുക്കുക. ചെറിയ നമ്പർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? കുറയ്ക്കുക, പകുതി എടുക്കുക. നോക്കിക്കോ, 1444 പ്ലസ് 156 കൂട്ടിക്കോ. 6 4 10 ശിഷ്ടം 1, 5 4 9 1 10 ശിഷ്ടം 1, 4 1 5 1 6, 1600. 1600ന്റെ പകുതി എത്ര? 1600ന്റെ പകുതി 800 അല്ലേ? സോ വലിയ നമ്പർ 800 ആണെന്ന് മനസ്സിലായി. അതായത് ഓപ്ഷൻ ഡി ആയിരുന്നു സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ചോദ്യമാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. 2 സംഖ്യകളുടെ തുകയും വ്യത്യാസം തന്നിട്ട് വലിയ നമ്പർ കണ്ടുപിടിക്കാൻ ചോദിച്ചാല് കൂട്ടുക, പകുതി എടുക്കുക. ചെറിയ നമ്പർ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ കുറയ്ക്കുക, പകുതി എടുക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പതിയെ കടക്കുവാണ്. ഡയറക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചോദ്യമാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. സാധാരണ ഒന്നിലധികം ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. ഡയറക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തവണ ഒരു ചോദ്യമേ ചോദിച്ചുള്ളൂ. സോ ഡയറക്ഷന്റെ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം ഡയറക്ഷൻ വരയ്ക്കണം. എന്തൊക്കെയുള്ള? നോർത്ത്, ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ്. കണ്ടോ? നോർത്ത്, ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ് ഡയറക്ഷൻ വരച്ചു. ഇനി റൈറ്റ് എന്ന് കേട്ട ക്ലോക്ക് വൈസ്, ലെഫ്റ്റ് എന്ന് കേട്ട ആന്റി ക്ലോക്ക് വൈസ്. അതൊക്കെ ഞാൻ വൃത്തിയായിട്ട് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. രവി ട്രാവൽസ് 20 മീറ്റേഴ്സ് ഈസ്റ്റ് ഫ്രം എ പ്ലേസ്. അപ്പൊ രവി ഈ ഒരു പോയിന്റിൽ നിന്ന് കിഴക്കോട്ട് ഈസ്റ്റിലേക്ക് 20 മീറ്റർ, ഈസ്റ്റിലോട്ട് 20 വരയ്ക്കും. ഈസ്റ്റിലോട്ട് നമ്മൾ 20 മീറ്റർ നടന്നു രവി. എന്നിട്ട് അവൻ
ലെഫ്റ്റ്. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ആന്റി ക്ലോക്ക് വൈസ്. അപ്പൊ ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ നോർത്ത്. നോർത്തിലേക്ക് 15 നട, നോർത്തിലേക്ക് 15, വടക്കോട്ട് 15, നോർത്തിലേക്ക് 15. പിന്നെ റൈറ്റ് ടേൺ, റൈറ്റ് ആണ്. അപ്പൊ നോർത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ രവി റൈറ്റ് ടേൺ എന്ന് പറഞ്ഞാൽ, റൈറ്റ് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ്, റൈറ്റ് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് ആണ്. അപ്പൊ നോർത്തിന്റെ ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ ഈസ്റ്റ്. ഈസ്റ്റിലേക്ക് 10, ഈസ്റ്റിലേക്ക് 10, ഈസ്റ്റിലേക്ക് 10, ഈസ്റ്റിലേക്ക് 10. ഇപ്പോൾ അവൻ നോക്കുന്ന ഈസ്റ്റിലേക്കാ. ആൻഡ് ടേൺസ് റൈറ്റ്, കണ്ടോ റൈറ്റ് ആണ്, വീണ്ടും റൈറ്റാ. അപ്പോൾ കിഴക്കോട്ട് ഈസ്റ്റിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാള് റൈറ്റ് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് സൗത്ത്. സൗത്തിലേക്ക് 15, സൗത്തിലേക്ക് 15 എന്ന് പറഞ്ഞാല് താഴോട്ട് 15, സൗത്ത് സൗത്ത് സൗത്തിലേക്ക് 15. ഇത് 15 ആണെങ്കിൽ ഇതും 15 അല്ലേ? ആണ്. സ്വാഭാവികമായിട്ടും ചോദ്യകർത്താവ് ചോദിച്ചത് ഇപ്പോൾ അവൻ നിൽക്കുന്നത് ഇവിടെയാ. ഹൗ ഫാർ ഈസ് രവി നൗ ഫ്രം ഹി സ്റ്റാർട്ടഡ് ഹിസ് ജേർണി? തുടങ്ങിയ സ്ഥലത്ത് നിന്നും അവൻ എത്ര ദൂരം അകലെയാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നാണ് ചോദിച്ചത്. അതായത് ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. സ്വാഭാവികമായിട്ടും ഈ ദൂരം 10 അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതും 10 ആയിരിക്കുമല്ലോ? ആണ്. അപ്പൊ മൊത്തം കൂടെ ദൂരം എത്ര? 20ഉം 10ഉം എത്ര? 30. ആൻസർ 30 ആയിരുന്നു. ഓപ്ഷൻ ബി ആയിരുന്നു ആൻസർ. വലതെന്ന് കേട്ടാൽ റൈറ്റ് എന്ന് കേട്ടാൽ ക്ലോക്ക് വൈസ്, ലെഫ്റ്റ് എന്ന് കേട്ടാൽ ആന്റി ക്ലോക്ക് വൈസ്. ഈ ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതിയായിരുന്നു. ഡയറക്ഷൻ വളരെ സിമ്പിൾ ചോദ്യം. വരച്ചെടുത്ത സമയം ഒരു 30 സെക്കൻഡ് താഴെ മാത്രമേ വന്നിട്ടുള്ളൂ. അടുത്തത് ഈ ഒരു ചോദ്യം ഒരല്പം ബുദ്ധിമുട്ടിട്ടുണ്ടായോ? കാരണം 2 എന്ന് പറഞ്ഞാൽ 3 ആണ്, 3 എന്ന് പറഞ്ഞാൽ 3 എന്ന് പറയുന്നു, 4 എന്ന് പറഞ്ഞാല് 6 എന്ന് പറയുന്നു, 5 എന്ന് പറഞ്ഞാല് 9 എന്ന് പറയുന്നു. പക്ഷേ സ്വാഭാവികമായിട്ടും അവിടെ എക്സാം ഹോളിൽ ഇരുന്ന് ആലോചിച്ചത് 2 എങ്ങനെ 0 ആയി, 3 എങ്ങനെ 3 ആയി, 4 എങ്ങനെ 6 ആയി എന്നായിരിക്കും സ്വാഭാവികമായിട്ടും ആലോചിച്ചിട്ടുണ്ടാവുക. പക്ഷേ ഇതൊരു പക്ക നമ്പർ സീരീസ് ആയിരുന്നു. കാരണം നമ്മൾ ക്ലാസ്സിൽ ഒരു തവണ പരിചയപ്പെടുത്തിയതാണ്. 2, 0, 3, 3, 4, 6 പരിചയപ്പെടുത്തിയതാണ്. സോ ആ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് ഇത് പെട്ടെന്ന് കിട്ടും. കാരണം ഇത് കണ്ടപ്പോഴേ മനസ്സിലായിട്ടുണ്ടാവും. അല്ലാത്തവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഈ ക്വസ്റ്റ്യൻ 2, 0, 3, 3, 4, 6, 5, 9 ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയതാണ്. സിമ്പിളാണ്. അതായത് 2, 3 ആകണമെങ്കിൽ 1 കൂട്ടണം. ഓൾട്ടർനേറ്റീവ് നമ്പർ, ഒന്നിടവിട്ട സംഖ്യകൾ നോക്കണം. 3, 4 ആകണമെങ്കിൽ പഠിപ്പിച്ചതാ. 3, 4 ആകണമെങ്കിൽ 1 കൂട്ടിയാൽ മതി. 4, 5 ആകണമെങ്കിൽ 1 കൂട്ടണം. അപ്പൊ സ്വാഭാവികമായിട്ട് 5ന്റെ കൂടെ 1 കൂട്ടുമ്പോൾ എത്ര വരുന്നത്? 6 എന്ന് വരും. അവിടെ 6 വരും. ഓക്കെ. അപ്പൊ ഇതുപോലെ തന്നെ ഇവിടെ 0, 3 ആകണമെങ്കിൽ 3 കൂട്ടിയാൽ മതി. 3, 6 ആകണമെങ്കിൽ വീണ്ടും 3 കൂട്ടണം. 6, 9 ആകണമെങ്കിൽ വീണ്ടും 3 കൂട്ടണം. അപ്പൊ 9ന്റെ കൂടെ 3 കൂട്ടിയാൽ മതി. 9ന്റെ കൂടെ 3 കൂട്ടിയാൽ 12. അപ്പൊ 6 എന്ന് പറഞ്ഞാൽ 12 ആണ്. പക്ഷെ അതല്ല ചോദിച്ചത്, 7 കണ്ടുപിടിക്കാനാണ് ചോദിച്ചത്. അപ്പൊ നിങ്ങൾ വീണ്ടും മുമ്പോട്ട് പോകണം. അപ്പൊ 6ന്റെ കൂടെ 1 കൂട്ടിയാൽ എത്ര? 6ന്റെ കൂടെ 1 കൂട്ടിയാൽ 7 ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും 12ന്റെ കൂടെ 3 കൂട്ടണം. 12ന്റെ കൂടെ 3 കൂട്ടിയാൽ 15. അപ്പൊ 7 എന്ന് പറഞ്ഞാൽ 15 ആണ്. എടാ 7 എന്ന് പറഞ്ഞാൽ 15 ആണ്. 7 എന്ന് പറഞ്ഞാൽ 15 ആണ്. സോ ഈ ഒരു ക്വസ്റ്റ്യനകത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് ഒരല്പം സമയം പോയിട്ടുണ്ടാവും. പക്ഷേ 2, 0, 3, 3, 4, 6 സീരീസ് ക്ലാസ്സിൽ ഇത് ഒരു തവണ സിമ്പിൾ ലോജിക്കിൽ പരിചയപ്പെടുത്തിയതാണ്. പക്ഷേ ചോദ്യകർത്താവ് ചോദിച്ചത് വേറൊരു രീതിയിലായിരുന്നു. സോ 5ാമത്തെ ക്വസ്റ്റ്യൻ, അതായത് 15ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. 10/11, 14/15, 12/13, 13/14 ഇതായിരുന്നു. ഇതിനകത്ത് ചോദ്യകർത്താവ് ചോദിച്ചത് വലിയ ഫ്രാക്ഷൻ ഏതാണ് എന്നാണ് ചോദ്യം. ലാർജസ്റ്റ് ഫ്രാക്ഷൻ ഏതാണെന്നാണ് ചോദിച്ചത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കാരണം ഡിഫറൻസ് സെയിമാ. 11ന്ന് 10 കുറച്ച 1, 15ന്ന് 14 കുറച്ച 1, 13ന്ന് 12 കുറച്ച 1, 14ന്ന് 13 കുറച്ച 1. അതായത് തന്നിരിക്കുന്ന ഫ്രാക്ഷൻ നോക്കുമ്പോൾ അവിടെ ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും, അതായത് അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം തുല്യമാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. കാരണം എളുപ്പവഴിയുണ്ട്. അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം തുല്യമാണെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ആ അംശങ്ങൾ മാത്രം നോക്കുക. അംശം എന്ന് പറഞ്ഞ ന്യൂമറേറ്റർ, അതായത് മുകളിൽ കിടക്കുന്ന സംഖ്യകൾ. ആ മുകളിൽ കിടക്കുന്ന സംഖ്യകളിലെ വലുതേതാ? 10 ആണോ വലുത്? 14 ആണോ വലുത്? 12 ആണോ വലുത്? 13 ആണോ വലുത്? 14 അല്ലേടാ വലുത്. അപ്പോൾ ഒരു കാര്യം ചെയ്യ്,
ആ നമ്പർ തന്നെയാണ് വലിയ ഭിന്നസംഖ്യ. വലിയ അംശം വരുന്നത് തന്നെയായിരിക്കും വലിയ ഭിന്നസംഖ്യ. വലിയ ന്യൂമറേറ്റർ വരുന്നതായിരിക്കും വലിയ ഭിന്നസംഖ്യ. 14/15 ആൻസർ ഓപ്ഷൻ ബി. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും അംശം മാത്രം നോക്കിയാൽ മതിയോ? അതല്ല, നിങ്ങൾ അംശം നോക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഛേദം അല്ലെങ്കിൽ ഡിനോമിനേറ്റർ നോക്കിയാലും മതി. അപ്പോ വലിയ ഛേദം വരുന്നത് 11 വലുത്, 15 വലുത്, 13 വലുത്, 14 വലുത്, 15 വലുത്? അപ്പോഴും ആൻസർ എത്ര തന്നെ വരുന്നത്? 14/15 ആൻസർ. അപ്പൊ ലോജിക്ക് എന്താണ്? ഇത്തരം ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചാല് ഛേദവും അംശവും ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും തമ്മിലുള്ള വ്യത്യാസം നോക്കുക. ആ വ്യത്യാസം ഡിഫറൻസ് സെയിം ആണെന്നുണ്ടെങ്കിൽ വലിയ അംശം വലിയ ന്യൂമറേറ്റർ വരുന്നത് വലിയ ഭിന്നസംഖ്യ ആയിരിക്കും. ചെറിയ അംശം ചെറിയ ന്യൂമറേറ്റർ വരുന്നത് ചെറിയ ഭിന്നസംഖ്യ ആയിരിക്കും. അല്ലെങ്കിൽ വലിയ ഡിനോമിനേറ്റർ വരുന്നത് വലിയ ഭിന്നസംഖ്യ, ചെറിയ ഡിനോമിനേറ്റർ വരുന്നത് ചെറിയ ഭിന്നസംഖ്യ ആയിരിക്കും. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇതൊക്കെ ചെയ്തെടുക്കാൻ നമുക്കൊരു 10 സെക്കൻഡ് താഴെ മാത്രമേ വരുന്നുള്ളൂ. സോ അടുത്ത ക്വസ്റ്റ്യൻ ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമായിരുന്നു ചോദിച്ചത്. ഹരി അവന്റെ കാറിൽ പോകുന്നു, സ്പീഡ് 54 km/h, സമയം തന്നിട്ടുണ്ട്, ഇത് സ്പീഡാണ്, സമയം തന്നിട്ടുണ്ട്, സമയം 20 മിനിറ്റ് ആണ്, സമയം 20 മിനിറ്റ്. ചോദ്യകർത്താവ് ചോദിച്ചത് ഹൗ മച്ച് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാ. നമുക്ക് എല്ലാവർക്കും അറിയാം ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം അല്ലേ? ആണ്. എടാ സ്പീഡും ടൈമും കൂടെ ഗുണിച്ചാൽ മതി. സ്പീഡ് എത്ര? സ്പീഡ് 54. സമയം എത്ര? സമയം 20 മിനിറ്റ് ആണ്. മിനിറ്റിൽ പറയാൻ പാടില്ല, കാരണം സ്പീഡ് തന്നത് km/h. സ്പീഡ് km/h സമയവും എന്തിലായിരിക്കണം? അവറിലായിരിക്കണം, മണിക്കൂറിലായിരിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? മിനിറ്റിനെ മണിക്കൂറാക്കാൻ എന്ത് ചെയ്യണം? മിനിറ്റിനെ മണിക്കൂറാക്കണമെങ്കിൽ ഡിവൈഡഡ് ബൈ 60 ചെയ്താൽ മതി. മിനിറ്റിനെ മണിക്കൂറാക്കണമെങ്കിൽ ഡിവൈഡഡ് ബൈ 60. കാരണം ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാല് ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണ്. അതായത് മണിക്കൂറിനെ മിനിറ്റ് ആക്കണമെങ്കിൽ 60 കൊണ്ട് ഗുണിക്കുക. നേരെ തിരിച്ച് മിനിറ്റിനെ മണിക്കൂറാക്കണമെങ്കിൽ മിനിറ്റിനെ മണിക്കൂറാക്കണമെങ്കിൽ 60 കൊണ്ട് ഹരിക്കുക. മിനിറ്റിനെ മണിക്കൂറാക്കണമെങ്കിൽ 60 കൊണ്ട് ഹരിക്കണം. കണ്ടോ? ഇവിടെ 20ന്റെ മൂന്നാമത്തെ മൾട്ടിപ്പിൾ അല്ലേ 60? ആണ്. 54നെ 3 കൊണ്ട് ഹരിച്ചാൽ എല്ലാവർക്കും അറിയാം 18 അല്ലേ? അപ്പൊ ഉത്തരം 18 കിലോമീറ്റർ എന്ന് വരും. ആൻസർ ഓപ്ഷൻ എ ആയിരുന്നു. സിമ്പിൾ ക്വസ്റ്റ്യൻ, വളരെ സിമ്പിൾ ചോദ്യം, വളരെ ബേസിക് ക്വസ്റ്റ്യൻ. അതായത് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ സ്പീഡും ടൈമും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പിന്നെ പ്രത്യേകം ഓർത്തിരിക്കണം, അവിടെ തന്നിരിക്കുന്ന സമയം എന്തിലായിരുന്നു? മിനിറ്റിലായിരുന്നു. മിനിറ്റിനെ അവർ ആക്കാൻ കൂടി അറിയുന്നവന് മാത്രമേ പ്രോബ്ലം ചെയ്യാൻ പറ്റത്തുള്ളൂ. മിനിറ്റിനെ അവർ ആക്കണമെങ്കിൽ ഡിവൈഡഡ് ബൈ 60 എന്ന് കൂടി ഓർത്തിരിക്കണം. സോ അടുത്ത ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഇത് വളരെ സിമ്പിൾ ചോദ്യമായിരുന്നു. ഇത് നമ്മൾ ക്ലാസ്സിലെ ഓൾട്ടർനേറ്റീവ് നമ്പറിന്റെ മറ്റൊരു സീരീസ് ആണ്. 36, 34, അതേപോലെ 30, 28, 24 ചോദിച്ചത്. സിമ്പിൾ ആണടാ. ഓൾട്ടർനേറ്റീവ് സീരീസ് ആണ്. ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയ ക്വസ്റ്റ്യൻ ആണ്. 36 30 മാറി. 36 30 ആകണമെങ്കിൽ എന്ത് ചെയ്യണം? 6 കുറച്ചാൽ മതി. അപ്പോൾ 30 6 കുറച്ചാൽ എത്ര? 30 6 കുറച്ചാൽ 24. 34 28 മാറണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ 6 കുറച്ചാൽ മതി. അപ്പൊ സ്വാഭാവികമായിട്ടും 28 6 കുറയ്ക്ക്. 28 6 കുറച്ചാൽ എത്ര? 22. കണ്ടോ? അപ്പൊ അടുത്ത നമ്പർ 22 ആണെന്ന് മനസ്സിലായി. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു, വളരെ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ചോദ്യം. 22 ആയിരുന്നു ആൻസർ. അതായത് ഒന്നിടവിട്ട സംഖ്യകളിൽ നിന്നും 6 വീതം കുറയ്ക്കണം. ഫസ്റ്റ് നമ്പറിൽ നിന്ന് 6 കുറച്ചാൽ തേർഡ് നമ്പർ കിട്ടും. തേർഡ് നമ്പറിൽ നിന്ന് 6 കുറച്ചാൽ ഫിഫ്ത് നമ്പർ കിട്ടും. സെക്കൻഡ് നമ്പറിൽ നിന്ന് 6 കുറച്ചാൽ ഫോർത്ത് നമ്പർ കിട്ടും. ഫോർത്ത് നമ്പറിൽ നിന്ന് 6 കുറച്ചാലേ സിക്സ്ത് നമ്പർ. അതായിരുന്നു ചോദ്യകർത്താവ് ചോദിച്ചത്. സോ അങ്ങനെ 17 ചോദ്യങ്ങൾ കവർ ചെയ്തിരിക്കുകയാണ്. 18ാമത്തെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ചോദ്യം, മറ്റൊരു കോഡിങ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലാത്ത മുഴുവൻ ചോദ്യങ്ങളും ഏറ്റവും എളുപ്പമായിരുന്നു. ഒരു ചോദ്യം പോലും നമുക്ക് 1 മിനിറ്റിൽ കൂടുതൽ സമയം എടുത്ത് ചെയ്യേണ്ട ഒരു ചോദ്യം പോലും ഇല്ലായിരുന്നു. കണ്ടു നോക്കിയേ. QAR RAS SAT TAU. കണ്ടോ? എല്ലാം നടുക്കുള്ള അക്ഷരം A അല്ലേ? ആണ്. അപ്പൊ നടുക്കുള്ള അക്ഷരം A ആണെങ്കിൽ ഇവിടെയും ഉത്തരത്തിന് നടുക്കുള്ള അക്ഷരം A ആയിരിക്കത്തില്ലേ? ആണ്. ഇത് നോക്കിയേ. QR ആദ്യം അവസാനം നോക്ക്. QR എവിടെ അവസാനിച്ച്? 6ല്. 6ൽ അവസാനിച്ച് 6 തുടങ്ങണം. RS. എസിൽ അവസാനിച്ച് എസ് തുടങ്ങണം. ST. കണ്ടോ? അടുത്തടുത്ത 2 അക്ഷരങ്ങൾ. ST. QR അടുത്തടുത്ത അക്ഷരമാണ്. RS ST.
അപ്പോ ടിയിൽ അവസാനിച്ച ടി തുടങ്ങണം. അപ്പൊ യുയിൽ അവസാനിച്ചാല് ഉത്തരത്തിന് തുടക്കം യു ആണെന്ന് മനസ്സിലായി. യു കഴിഞ്ഞ അടുത്ത അക്ഷരം STUV ആണ്. അപ്പൊ ഉത്തരം UAV, ഓപ്ഷൻ എ ആയിരുന്നു ആൻസർ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ, കണ്ടോ, പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. ഇതും എല്ലാവരും ചെയ്തിട്ടുണ്ടാവും, വിത്തിൻ സെക്കൻഡ്സിൽ ആൻസർ കിട്ടിയിട്ടുണ്ടാവും. സോ 19ാമത്തെ ക്വസ്റ്റ്യൻ, അതും വളരെ സിമ്പിൾ ആയിട്ട് ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണത്. ചോദിച്ചത് 8%, ഒരു സംഖ്യയുടെ 8% 216 ആണെങ്കിൽ സംഖ്യ ഏതാണ് എന്നാണ് ചോദിച്ചത്. ക്ലാസ്സിലെ പഠിപ്പിച്ച ക്വസ്റ്റ്യനാ. ഒരു സംഖ്യയുടെ 8% 216. എടാ, ഒരു സംഖ്യയുടെ 8% 216 ആണെങ്കിൽ സംഖ്യ എന്ന് പറഞ്ഞാൽ 100% അല്ലേ? സംഖ്യ എന്ന് പറഞ്ഞാൽ മൊത്തം ഉണ്ട്, ഫുൾ ഉണ്ട്. സംഖ്യയുടെ പകുതി എന്ന് പറഞ്ഞാൽ 50%. സംഖ്യയുടെ കാൽ ഭാഗം എന്ന് പറഞ്ഞാൽ 25%. സംഖ്യയുടെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 200%. സംഖ്യ എന്ന് പറഞ്ഞാൽ 100%. അപ്പൊ 8% 216 ആണെങ്കിൽ 100% എത്ര? സംഖ്യ ഏതാണ്? എന്ത് ചെയ്യണം? ക്രോസ് ആയിട്ട് ഗുണിച്ചാ പോരെ, മതി. 8% 216 ആണെങ്കിൽ 100% എത്ര? 100% എത്ര? സംഖ്യ ഏതാണ്? സംഖ്യ ഏതാണെന്നാണ് ചോദ്യം. ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ക്രോസ് ആയിട്ട് ഗുണിച്ചാൽ മതി. ക്രോസ് ആയിട്ട് ഗുണിക്കാൻ എളുപ്പ വഴി, 2 എണ്ണം ഉള്ളത് ഗുണിക്കുക, 1 എണ്ണം ഉള്ളത് ഹരിക്കുക. 2 എണ്ണം ഉള്ളത് 100ഉം 216 ആണ്. 1 എണ്ണം ഉള്ളത് ഹരിക്കുക, 1 എണ്ണം ഉള്ളത് 8. 2 എണ്ണം ഉള്ളത് ഗുണിക്കുക, 1 എണ്ണം ഉള്ളത് ഹരിക്കുക. സിമ്പിൾ. ഇവിടെ 8ഉം 100ഉം കൂടെ 4 കൊണ്ട് വെട്ടിക്കൂടെ? 4 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 4 കൊണ്ട് ഹരിക്കുക. ഇവിടെ മക്കളെ, 8നെ 4 കൊണ്ട് ഹരിച്ച 2, 100നെ 4 കൊണ്ട് ഹരിച്ച 25. അതേപോലെ 2ഉം 216ഉം കൂടെ 2 കൊണ്ട് വെട്ടാം. 2 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 2 കൊണ്ട് ഹരിക്കുക. 216നെ 2 കൊണ്ട് ഹരിക്കുക, അല്ലെ? 216ന്റെ പകുതി എടുക്ക്. 216ന്റെ പകുതി 108 അല്ലേ? 108. 108നെ 25 കൊണ്ട് ഗുണിച്ച ആൻസറായി. 108നെ 25 കൊണ്ട് ഗുണിച്ച ആൻസറായി. 8 5 40, 1 5 5, 2 8 16, 1 2 2, 0. 4 6 കൂടെ കൂട്ടിയാൽ 10 ശിഷ്ട 1, 5 1 6 1 7. ഉത്തരം 2700 എന്ന് വരും. അതായത് ഓപ്ഷൻ സി ആയിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. ഒരു സംഖ്യയുടെ 8% 216 ആണെങ്കിൽ സംഖ്യ ഏതാണ്, അല്ലെങ്കിൽ നമ്പർ ഏതാണ്? അതായത് 100% എത്ര എന്നാണ് ചോദ്യം. സംഖ്യയുടെ പകുതി എത്ര എന്ന് ചോദിച്ചായിരുന്നെങ്കിൽ 50% കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു. വളരെ സിമ്പിൾ ചോദ്യം, വളരെ സിമ്പിൾ ചോദ്യമാണ് ചോദിച്ചത്. ലാസ്റ്റ് ചോദ്യം, ഒരു സമയം തന്നിട്ട് അതിന്റെ മിറർ ഇമേജ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചത്. നമ്മൾ എപ്പോഴും ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്ന ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മുടെ ക്ലോക്ക് എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ ഇത് ഓൾറെഡി പരിചയപ്പെടുത്തിയ ക്വസ്റ്റ്യൻ ആണ്. ഒരു സമയം തന്നിട്ട് അതിന്റെ മിറർ ഇമേജ് കണ്ടുപിടിക്കാൻ ചോദിച്ചാല് 23:60 നിന്ന് തന്നിരിക്കുന്ന സമയം കുറച്ചാൽ മതി. 23:60 നിന്ന് തന്നിരിക്കുന്ന സമയം കുറയ്ക്കുക. 23:60 നിന്ന് തന്നിരിക്കുന്ന സമയം, തന്നിരിക്കുന്നത് 10:20, തന്നിരിക്കുന്ന സമയം കുറച്ചാൽ മതി. 6 ന്ന് 2 കുറച്ചാൽ 4, 3 ന്ന് 0 കുറച്ചാൽ 3 തന്നെയാണ്. 2 ന്ന് 1 കുറച്ചാൽ 1. 13:40. എടാ, 13 മണി എന്ന് പറഞ്ഞാൽ 1 മണിയാണെന്ന് എല്ലാവർക്കും അറിയാം. കാരണം 13 മണി, 14 മണി, 15 മണി എന്ന് പറഞ്ഞാൽ റെയിൽവേ സമയമാണ്. അപ്പോൾ 13 മണി എന്ന് പറഞ്ഞാൽ 1 മണിയാണ്. 13:40 എന്ന് പറഞ്ഞാല് 1:40, 1:40. ഓപ്ഷൻ ബി ആയിരുന്നു ആൻസർ. കണ്ടോ? അപ്പൊ ക്ലോക്കിന്റെ കോണളവ് കണ്ടുപിടിക്കാനും മിറർ ഇമേജ് കണ്ടുപിടിക്കാനും സ്ഥിരമായിട്ട് ചോദ്യം വരുന്നതാണ്. ഇത്തവണ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചത് മിറർ ഇമേജ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചത്. മിറർ ഇമേജ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ, അല്ലെങ്കിൽ കണ്ണാടിയിൽ കൂടിയുള്ള പ്രതിബിംബ സമയം കണ്ടുപിടിക്കാൻ ചോദിച്ചാല് 23:60 നിന്ന് തന്നിരിക്കുന്ന സമയം കുറയ്ക്കുക. റെയിൽവേ സമയമാണ് കിട്ടുന്നതെങ്കിൽ ഒന്ന് കൺവേർട്ട് ചെയ്യുക. ഇത്ര ഉള്ളായിരുന്നു പരിപാടി. സോ അങ്ങനെ നമുക്ക് ഇത്തവണ പരീക്ഷയ്ക്ക് ചോദിച്ച 20 ചോദ്യങ്ങളും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത് അവസാനിപ്പിച്ചിരിക്കുകയാണ്. സോ ഈ 20 ചോദ്യങ്ങൾ നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു ചോദ്യം പോലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിട്ട് വന്നിട്ടില്ല. അത് തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, മാത്സിന്റെ മാർക്ക് നിങ്ങൾക്ക് ഗ്യാരണ്ടിയാ. സോ അതുകൊണ്ട് അടുത്ത പരീക്ഷയ്ക്ക് നിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ മാത്സ്, ഇംഗ്ലീഷ്, GK വിഭാഗങ്ങൾക്ക് വലിയ പരിഗണന കൊടുത്തുകൊണ്ട് മുമ്പോട്ട് പോകണം എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു ഒരു പരീക്ഷ. സോ വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഇനി നമ്മുടെ മുമ്പിൽ ഏകദേശം ഒരു 3 മാസം മുതൽ 4 മാസം വരെയുള്ള സമയമാണ് കിട്ടുന്നത്. സോ കൃത്യമായിട്ട് ഇന്ന് മുതലേ പഠനം ആരംഭിക്കുക. നിങ്ങളുടെ പഠനം ബൂസ്റ്റപ്പ് ചെയ്യുവാൻ വേണ്ടി നമ്മൾ തുടക്കക്കാരെ സമീപിച്ചു നോക്കുമ്പോൾ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടും ഇനി അത്യാവശ്യ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഇനി കഴിഞ്ഞ പരീക്ഷയിലെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റാതിരുന്ന ഒരുപാട് പേരുണ്ടാവും. അവർക്കെല്ലാം ഉപകാരപ്പെടുന്ന രീതിയിൽ
വിവിധ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാച്ചാണ് നമ്മുടെ ബിഗിനേഴ്സ് ബാച്ച്. അതായത് ഒന്നും അറിയാത്ത ആളുകൾക്ക് അടുത്ത ഒരു 4 മാസത്തിനുള്ളിൽ നടക്കാവുന്ന ഈ പ്രധാനപ്പെട്ട പരീക്ഷ ഏറ്റവും നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ പഠന നിലവാരം ഉയർത്തുവാൻ, നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട സമയം ഇതിനകത്തേക്ക് പ്രയോജനപ്പെടുത്തുവാനും വേണ്ടിയിട്ടാണ് നമ്മൾ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോ ദിവസം തോറും നമ്മൾ ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും ഓരോ ദിവസം കഴിയുമ്പോഴും പരീക്ഷകളും ഒക്കെ ഉൾപ്പെടെയുള്ള ഒരു കംപ്ലീറ്റ് ഒരു റിവിഷൻ പാക്ക് പോലെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഏറ്റവും റിസൾട്ട് ഓറിയന്റഡ് ബാച്ചാണ്. സോ ഈ ഒരു സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്തുക. നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ പോലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ബാച്ചിലൂടെ നല്ല ഭേദപ്പെട്ട മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. സോ ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം, പഴയതുപോലെ തന്നെയാണ്. സ്പെഷ്യൽ മെന്റർഷിപ്പ് ഒക്കെ ഉണ്ടാകും. ഓരോ കുട്ടിക്കും അല്ലെങ്കിൽ ഓരോ ഉദ്യോഗാർത്ഥികൾക്കും എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഓരോ ദിവസങ്ങൾ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തുന്ന ഉൾപ്പെടെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ അവിടെ നിന്ന് കിട്ടും. സോ ഈ ഒരു ബാച്ച് പരമാവധി പ്രയോജനപ്പെടുത്തി എടുക്കാവുന്നതാണ്. സോ ബോർഡ് നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തുകൊണ്ട് ഈ ബിഗിനേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് കഴിഞ്ഞു പോയ നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ച മാത്സിനകത്തെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയത്. നിങ്ങൾക്ക് ഈ ഒരു സെഷൻ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ പുതിയൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം. ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, സബ്സ്ക്രൈബ് ചെയ്യുക. പരമാവധി ഉദ്യോഗാർത്ഥികൾക്ക് ഷെയർ ചെയ്യിക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.